ഇത് എഴുതിയവൻ ആരായാലും ശരി അവരെ ഓർമ്മ എന്റെ ബലമായ സംശയം ശാസ്ത്രത്തിന്റെ എന്ത് പ്രതികളെ അവന്മാർ എഴുതി വെച്ചിരിക്കുന്നു. അവന്മാർ എങ്ങനെയൊക്കെ പറ്റത്തില്ലെന്ന് ഫോട്ടോ വെച്ചല്ലേ അവന്മാർ കാച്ചിരിക്കുന്നു. ഇപ്പൊ പോക്കത്തിലല്ലോ അവന്മാർ കാണിക്കുന്നു. നമുക്ക് ഇതിന് സമാധാനം കണ്ടില്ലെങ്കിലും അവന്മാർ ഇനിയും പലതൊക്കെ എഴുതി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഡീറ്റെയിലായിട്ട് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. നീയൊക്കെ എന്തോ ഇരിക്കുന്നത് കഞ്ചാവ് വലിച്ച എന്നാടാ ഫേമസ് ആയില്ലേ? വായിക്കൂ എന്താണോ ഇത്? സാറേ ഇത് പത്രമല്ലേ? യഹോമാർ എന്തെല്ലാം ഗോസിപ്പുകൾ എഴുതുന്നു. ഇതൊക്കെ വായിക്കുന്ന പടം വിശ്വസിക്കാന്ന് വെച്ചാ പിന്നെ ഫോട്ടോഗ്രാഫിന്റെ കാര്യം. നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ എങ്ങനെ വേണേ മാനിപ്പുലേറ്റ് ചെയ്യാം. സാറ് വേണേ ഒരു സിനിമാണിയുടെ കൂടെ കിടക്കുന്ന ഫോട്ടോ വേണേ അവർക്കുണ്ടാക്കും. യു ഷട്ട് അപ്പ്. ജേർണലിസവും ഫോട്ടോഗ്രാഫിയും ഒന്നും താൻ പഠിപ്പിക്കണ്ട. ഈ ഫീച്ചർ വായിച്ച് നിന്നെ ഒന്നും അളക്കേണ്ട ഗതികേട് എനിക്കിപ്പോ ഇല്ല. എല്ലാവന്റെയും പ്രീവിയസ് ഹിസ്റ്ററി ഇവിടെ ഉണ്ടല്ലോ. ഈ കോളേജിനും എനിക്കും ഒരു സൽപ്പേരുണ്ട്. സോ എന്റെ ഡിസിഷൻ ഒരു മാറ്റവുമില്ല. യു ആർ ഓൾ സസ്പെൻഡഡ് ഫ്രം ദി കോളേജ്. പിന്നെന്ത് വേണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കും. എടാ, അനാഥനാണല്ലോ, ആരോഗ്യമില്ലാത്തവനാണല്ലോ എന്ന് കരുതിയ സ്കോളർഷിപ്പ് കൂടാതെ ഔട്ട് ഓഫ് വേ പല സഹായങ്ങളും ഞാൻ നിനക്ക് ഇതുവരെ ചെയ്തു തന്നു. ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ബുക്സ്. എന്നിട്ട് ഇതാണല്ലോ അനുഭവം. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി. ഇന്ന് തന്നെ ഇറങ്ങിക്കോണം ഹോസ്റ്റലിൽ നിന്ന്. സസ്പെൻഷൻ പിൻവലിക്കുക. സസ്പെൻഷൻ പിൻവലിക്കുക. പ്രിൻസിപ്പാൾ തീരുമാനിക്കുക. പ്രിൻസിപ്പാൾ തീരുമാനിക്കുക. വിദ്യാർത്ഥി സ്വാതന്ത്ര്യത്തെ തടയാതിരിക്കുക. ഞാൻ പറയുന്നത് ഇയാൾ വെറും പത്രപ്രവർത്തനയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതൊന്നും ഞാൻ ചോദിച്ചിട്ട് വേറെ കാര്യമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ കോളേജിന്റെ പൊന്നോമന പുത്രന്മാരായ ശ്രീ ദാമുവിനെയും അപ്പുക്കുട്ടനെയും സണ്ണി ഫിലിപ്പിനെയും ജോർജ് കുട്ടിയെയും സുകുമാരനെയും കേവലം ഒരു പത്രലേഖനത്തിന്റെ പേരിൽ പ്രിൻസിപ്പാൾ ക്രൂരമായി ശിക്ഷിച്ചിരിക്കുകയാണ്. സസ്പെൻഷൻ ഫ്രം ദി കോളേജ്. വിദ്യാഭ്യാസത്തിന്റെ ഉന്നത മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇതിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് വിഷം കഴിച്ചു. വണ്ടി എടുക്കുക. അതെ, പത്രപ്രവർത്തനമാകുമ്പോ ചില സത്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. എല്ലാം നശിപ്പിക്കുന്നു കത്തിക്കുന്നു പറഞ്ഞ ജാഥ ഇനിയിപ്പോ കത്തിച്ചില്ലെങ്കിൽ തന്നെ കല്ലേറുണ്ടാവും എന്നുള്ള ഷുവറാ. കോളേജിനാണെങ്കിൽ ഒരാഴ്ചത്തെ അവധി കൊടുത്തിരിക്കുക പ്രിൻസിപ്പാള്. അങ്ങേരെ ഒളിയെ പോയെന്നാ തോന്നുന്നത്. ഏതായാലും പോലീസിനെ ഒന്ന് വിളിച്ചേക്കാം. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് സാർ? ഏത് കുട്ടി? വിഷം കഴിച്ച് പറഞ്ഞതുപോലെ ആ ചെറുക്കൻ എങ്ങനെയുണ്ട്?
അത് ഒന്നും പറയാറായിട്ടില്ല. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാ. എന്റെ ഈശ്വര. അല്ല, അതിന് വിഷയം എന്തിനാ വിഷമിക്കുന്നേ? നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടാ? പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും. സാർ, നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം. ആ കുട്ടിയെ ഒന്ന് കാണായിരുന്നു. നല്ല കഥയായി. അടി വരുന്നിടത്ത് മുഖം വെച്ചതുപോലെ ഇരിക്കും. ഉഷ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുട്ടി തൽക്കാലം ഹോസ്റ്റലിലേക്ക് പോയിക്കോളൂ. വല്ലവരും തിരിച്ചറിഞ്ഞാൽ പിന്നെ അത് മതി. രാജ്യത്തെ ഇവിടെ വാ. എടാ ഇവിടെ വരാൻ. നിന്നെ തന്നെ വാടാ. കളിച്ചു കളിച്ചും കേറി കളിക്ക. എടാ എന്തുവാടാ ഇത്? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം. അവന്മാരെല്ലാം ഇരിക്കാൻ പറ. സാറേ, സാർ ഇതിൽ ഇടപെടരുത്. ഇത് വിദ്യാർത്ഥികളുടെ അഭിമാന പ്രശ്നമാണ്. ഈ പത്രം കേരളം വെച്ച് പോകെ തന്നെ കാണിക്കുന്നു. സാറ് വായിച്ചില്ലേ? 5 നിരപരാധികളാണ് സസ്പെൻഷനിലായത്. നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച്? ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കൊന്നും കാര്യം? പോടാ. ഞാൻ സാറോട് സംസാരിച്ചോളാം. ആ കേട്ടോ അജിത്തെ, താനിപ്പം ഷൈൻ ചെയ്ത് നിൽക്കുക. ഇനി ഇത് വഷളാക്കരുത്. വഷളാക്കിയ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറിയാൽ താൻ മാറും. അറിയാമല്ലോ, എല്ലാവരെയും ഞാൻ വലിച്ചിട്ട് ചവിട്ടും. അതിൽ ആദ്യത്തെ ചവിട്ട് നിനക്കിട്ടായിരിക്കും. അല്ല സാറേ, അതിപ്പോ നീ ഒന്നും പറയണ്ട. ഞാൻ ചാക്കോച്ചനെ കടന്ന് സംസാരിക്കട്ടെ. നീ ഉമാരൊന്ന് എത്തിക്കേ. ചെല്ലു. സാറ് നമ്മുടെ ആളാണ്. സാർ എന്നോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. സാർ നമ്മുടെ സ്വന്തം ആളാണ്. നമ്മുടെ സ്വന്തം ആള്. അതെ, നിങ്ങൾ ഇരിക്കുക. നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കാം.
ഇരിക്കാം, ഇരിക്ക്, ഇരിക്ക്. ആ, ഇരിക്ക്. ചാക്കോച്ചന്റെ ഗുണ്ടായുസം, ചാക്കോച്ചന്റെ ഗുണ്ടായുസം. തുളസിയെ തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല, 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 വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല, 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 വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല. തുളസിയെ തുളസിയെ ചാക്കോച്ചന്റെ ഗുണ്ടായുസം, ചാക്കോച്ചന്റെ ഗുണ്ടായുസം, മലയാള ഭൂമി. പിന്നെ ഞാനങ്ങ് അകത്തേക്ക് പോവുക. അതിനിടയ്ക്ക് പ്ലേറ്റ് മാറ്റരുത്, മനസ്സിലായില്ലേ? സാറ് ധൈര്യമായിട്ട് പോയിട്ട് വാ. പക്ഷെ ഞങ്ങൾ 5-6 മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പഠിക്കുന്നത് കൊള്ളാം. അതിനൊക്കെ ഒരു താളവും ലയോ ഒക്കെ വേണം. ഒരുമാതിരി ഓരി ഇടുന്ന പോലെ ആവരുത്, മനസ്സിലായില്ലേ? ആ അവന്മാരൊന്നും ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷെ വിശ്വസിക്കാൻ കൂടുതലില്ല. കള്ള കഴിവറന്മാർ എന്തെങ്കിലും വെള്ളം ഉണ്ടായി തന്നെ ഒന്നും ചെയ്യണ്ട. ഒന്ന് വരട്ടി വിട്ടാൽ മതി. ഞാൻ മുകളിലുണ്ട്. ആ നല്ല ഒന്നാം തരം 2 കോലങ്ങള്. എന്തിനാണ് ഇത് കത്തിച്ച് കളയുന്നത്? പോലീസിന്റെ ഗുണ്ടായിസം, പോലീസിന്റെ ഗുണ്ടായിസം. പ്രതാപ് സാർക്ക്, പ്രതാപ് സാർക്ക്, മലയാള ഭൂമി. ചാക്കോച്ചന്റെ ഗുണ്ടായിസം തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല, 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 വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല. ഇതെന്തോ ഇടപാടാ? അല്ല, എനിക്ക് അറിയാൻ വയ്യാന്ന് ചോദിക്കുക. നിങ്ങളൊക്കെ 2-3 ജനറേഷനായിട്ട് പത്രപ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പകരു വേണ്ടേ? ഒരുമാതിരി പോക്കരുതരങ്ങ. ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നതാ. അമ്മയെ കണ്ട് ദിവസം എത്രയാ മതി. അല്ല, കാക്കി ഉടുപ്പിട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചത് അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന്. ആ വാ. ഇരിക്കെ. എന്തു വേണേ പറഞ്ഞു. പ്രതാപന്റെ തലവട്ടം കണ്ടതിന് ശേഷമാ എന്റെ ശ്വാസം നേരെ വീണു. ആ ശ്വാസം നേരെ വീഴേണ്ട കാര്യമൊന്നുമില്ല. വിലങ്ങി തന്നെ അങ്ങ് ഇരുന്നോട്ടെ. അവന്മാർ തൽക്കാലത്തേക്കൊന്നും ഒതുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ആശുപത്രി കിടക്കുന്ന പയ്യനുണ്ടല്ലോ, അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. ആ പയ്യൻ എങ്ങനെയുണ്ട്? അവന്റെ കാര്യം പോക്ക. ബൈ ദ വേ, ആരായി തുളസി? താൻ തന്നെ വല്ല കള്ളപ്പേരും വെച്ച് എഴുതുന്നതായിരിക്കും അല്ലേ? അയ്യോ, ഞാനല്ല. ഉഷ എന്ന ആ കുട്ടിയുടെ ശരിയായ പേര്. തുളസി എന്നുള്ളത് തൂലിയാനാമമാണ്. അല്ല, താൻ എഴുതിയതല്ലെന്ന് വായിച്ചപ്പോഴേ മനസ്സിലായി. തനിക്ക് സാഹിത്യം പരിസരത്തൂടെ പോയിട്ടില്ലല്ലോ. പക്ഷെ അസല് റൈറ്റിംഗ്, ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ഇപ്പൊ ഇതിൽ തന്നെ ആ പ്രകൃതിയും മനുഷ്യനും മയക്കുമരുന്നും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഒരുമാതിരി കവിത പോലെ അങ്ങനെ സോ ഫ്ലുവന്റ് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അതെന്തുവാട്ടെ, താനല്ലേ ചീഫ് എഡിറ്റർ. പിള്ളേര് വല്ല വീഡിയോ മറ്റോ വലിച്ചെന്ന് കരുതി ഇങ്ങനെ കണ്ണുമൂക്കില്ലാതെ എഴുതിയാലോ? അതും വിത്ത് ഫോട്ടോസ്. അയ്യോ, പ്രതാപം വിചാരിക്കുന്നത് പോലെ ഇത് വെറും ഒരു ബീഡി പ്രശ്നമല്ല. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ആഗോള ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ചൊറിഞ്ഞു വരുന്നു.